ഗൈസ്, ഇത് എൻ്റെ സാംസങ്ങിൻ്റെ ഗാലക്സി S24 ആണ്. എക്സിനോസ് വേരിയൻ്റ് ആണ്. എക്സിനോസ് 2400 ആണ് ഇതിൽ വരുന്നത്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1.7 ഇയേഴ്സോളം ആയിട്ടുണ്ട്. ജനുവരി 2024 ഞാനിത് മേടിച്ചത്. അപ്പം അതുതൊട്ട് ഇതുവരെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഞാൻ ആദ്യമൊക്കെ കുറേ എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം റിവ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എനിക്ക് അങ്ങനെ അധികം ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നാണ്. ഇപ്പോഴും അത് തന്നെയാണ്. പിന്നെ ഇപ്പം റീസെൻ്റ്ലി ഇപ്പോൾ 2 ആഴ്ച മുന്നേ നമുക്കൊരു OneUI 8ൻ്റെ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം OneUI 8ന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്നുള്ളതും കൂടെ ഞാൻ നോട്ട് ചെയ്യാം. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ ഒരു 1.7 ഇയേഴ്സോളം ആയത് കാരണം തന്നെ നമുക്കൊരു പുതിയ ഡിവൈസിൻ്റെ അടുത്ത് പറയും പോലെ നമുക്ക് ബാറ്ററി പുതിയ ഡിവൈസിനെ കുറിച്ച് പറയുമ്പോൾ പറയാൻ പറ്റത്തില്ല. സോ എൻ്റെ യൂസ് അതിനനുസരിച്ചിട്ട് ഹെവി ആയിരുന്നു. എൻ്റെ ചാർജിങ് ഹാബിറ്റ്സ് ഒക്കെ ഇപ്പോൾ മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിൽ ഇതിൽ കുറച്ച് ബാധിക്കും. കാരണം ഞാനിപ്പോൾ വയർലെസ് ചാർജിങ്, വയർലെസ് പവർ ബാങ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഫസ്റ്റ് എടുത്തപ്പോൾ തൊട്ടിട്ട് ഞാൻ എൻ്റെ iPhone 17 Proയിലും iPhone എടുത്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്, ഞാൻ ഏത് ഡിവൈസ് എടുത്തിരുന്നാലും ഫസ്റ്റ് ബാറ്ററി, പ്രത്യേകിച്ചും ലിഥിയം അയൺ ബാറ്ററീസ് ആകുമ്പോഴത്തേക്ക് ഞാൻ ബാറ്ററി ഹെൽത്ത് പ്രിസർവ് ചെയ്യുന്നത് പ്രൊട്ടക്റ്റ് ബാറ്ററി എന്നുള്ളതിൽ 80% ലിമിറ്റ് ചെയ്തിട്ടാണ്. അതാ മാക്സിമത്തിലിട്ടാണ് ഞാൻ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി OneUI അപ്ഡേറ്റിന് ശേഷം മാത്രമല്ല, ഈ റീസെൻ്റ്ലി എനിക്ക് കുറച്ച് യൂസ് കൂടുതലായതുകൊണ്ട് എൻ്റെ പ്രൈമറി ഡിവൈസ് ആയതുകൊണ്ടും എന്തായാലും ഈ കഴിഞ്ഞ 1 ഇയർ കൊണ്ടിട്ട് കുറച്ച് ബാറ്ററി ഡീഗ്രഡേഷൻ വന്നിട്ടുണ്ടായിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ ബാറ്ററി ലൈഫ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് ഓഫ് ചെയ്തു. ഇപ്പോൾ ഞാൻ 20 to ഫുൾ 100% ഞാൻ ചാർജ് ചെയ്യും. അപ്പം വാങ്ങിച്ചപ്പോൾ കിട്ടുന്ന പോലെ ലാസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ എൻ്റെ മറ്റേ ചാർജിങ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമാണ് ഇപ്പോഴത്തെ രീതിയിൽ. ഞാൻ അങ്ങനെ ബാറ്ററി ഹെൽത്തൊന്നും നോക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏകദേശം കുറവായിരിക്കും. ബേസിക്കലി ഇപ്പോൾ ഇന്നലത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 60% ബാറ്ററി യൂസേജ് ആയിരുന്നു. 100% ആണ് ഞാൻ ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 60% യൂസ് ചെയ്തുള്ളൂ. 1.5 hours യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 1 hour 50 minutes-ഓളം 1.5 സോറി 1 hour 50 minutes-ഓളം യൂസ് ചെയ്തിട്ടുണ്ട് സ്ക്രീൻ ഓൺ ടൈം. അതേപോലെ മിനിഞ്ഞാന്നത്തെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 മണിക്കൂറാണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടിയിട്ടുള്ളൂ. 80%-ഓളം ബാറ്ററി യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാം, പിന്നെ കുറേ BGMI കളിക്കുന്നുണ്ട്. അതിൽ ഞാൻ പക്ഷേ ആക്ച്വലി ചാർജർ കണക്ട് ചെയ്തിട്ട് ഫോൺ കൂളറും കൂടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ BGMI കളിക്കുന്നത്. അപ്പോൾ പെർഫോമൻസിനൊന്നും എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി എപ്പോഴും പറയാറുള്ളതാണ്, ഞാൻ ഗെയിം കളിക്കുന്നത് ആകെ ഒരു ഗെയിമേ കളിക്കാറുള്ളൂ, അത് BGMI ആണ്. ആ BGMI കളിക്കുമ്പോൾ തന്നെ ഞാൻ വലിയ ഗെയിമറൊന്നുമല്ല, ഹെവി ഗെയിമറൊന്നുമല്ല, വല്ലപ്പോഴും കൂടെ ഉള്ളൊരു ഗെയിമിംഗ് ആണത്. 24 hours ഇരുന്നുള്ളൊരു ഗെയിമിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര എനിക്ക് ഹൈ ഡിമാൻഡുകളും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ എൻ്റെ iPhone 17 Proയിൽ കളിക്കുന്നതിനേക്കാളും എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം 17 Pro ആക്ച്വലി ഇതാ ഇരിപ്പുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈനാമിക് ഐലൻഡ് ഒരു ഇഷ്യൂ ആണ്. പെർഫോമൻസ് ഓക്കെ 17 Proയിലാണ് ബെസ്റ്റ്. നമുക്ക് ഫോൺ കൂളറൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഫ്രെയിം ഡ്രോപ്പ് വരാണ്ട് കളിക്കാൻ പറ്റുന്നുണ്ട് 17 Proയിൽ. പക്ഷേ എനിക്ക് ഈ ഡൈനാമിക് ഐലൻഡിൻ്റെ സാധനം ഭയങ്കര തടസ്സമായിട്ട് ഫീൽ ആവുന്നു. കാരണം പ്രത്യേകിച്ച് ഈ ഒരു ഡിവൈസ്, എന്നാൽ 2 ചെറിയ ഡിവൈസ് ആയതുകൊണ്ടാണ്. എനിക്ക് ഡൈനാമിക് ഐലൻഡ് ഒരു ഇഷ്യൂ അല്ലാതെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു Pro Maxോ ഒക്കെ എടുത്ത് കളിക്കാവുന്ന ആൾക്കാർക്ക് ആക്ച്വലി അതൊരു പ്രശ്നം വരത്തില്ല. അപ്പം നമുക്കിനി S24 കുറിച്ച് തന്നെ വീണ്ടും പറയാനാണെന്നുണ്ടെങ്കിൽ, ബാറ്ററി ബാക്കപ്പ് അതുകൊണ്ട് എനിക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ല. കുറച്ച് കുറവാണ്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ലൈവായിട്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ബാറ്ററി എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ. അപ്പോൾ 109%-ഓളം ബാറ്ററി യൂസ് ചെയ്തിരുന്ന ഒരു ദിവസം എനിക്ക് 3 hours 48 minutes ഒക്കെയാണ്. അതായത് മാക്സിമം ഒരു 100%-ൽ 3.5 hours 3.5 hours വരെയൊക്കെ നമുക്ക് മാക്സിമം കിട്ടും. ഇപ്പം കിട്ടുന്നുള്ളൂ എനിക്ക്. ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത്, നമ്മൾ എടുത്ത സമയത്ത് എനിക്ക് 5 hours-ഉം 5+ hours-ഉം ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ യൂസേജ് അനുസരിച്ചിട്ട് ഞാൻ അത്രയും മൾട്ടിപ്പിൾ ടൈം ചാർജ് ചെയ്തും വയർലെസ് പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്തും കാറിൽ കൊടുത്ത് ചാർജ് ചെയ്തും അങ്ങനെയൊക്കെ ഉള്ളൊരു ചാർജിങ് ഹാബിറ്റ്സ് ആയത് കാരണമാണ് ഇപ്പോൾ ബാറ്ററി നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. പക്ഷേ iPhone വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും ഒരു 4,000 5,000 അകത്തേ ആവുള്ളൂ ഇതിൻ്റെ ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. iPhone ആണെന്നുണ്ടെങ്കിൽ ഒരു 12,000 13,000 ആ റേഞ്ച് ആവും. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. ബാറ്ററി ചേഞ്ച് ചെയ്യണമെങ്കിൽ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് ഇനിയും എനിക്കൊരു 1-2 വർഷം കൂടെയൊക്കെ തള്ളിപ്പോവാം. സോ അതാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ പെർഫോമൻസ്, പിന്നെ ഉള്ളൊരു ബിൽറ്റ് ക്വാളിറ്റിയുടെ കാര്യം, എനിക്ക് ആക്ച്വലി ഇത് നല്ല ഹോൾഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിവൈസ് ആയിരുന്നു. ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ മുമ്പും കാണിച്ചിട്ടുള്ളതിനും അതിന് ശേഷമൊന്നും വീണിട്ടില്ല. ഫസ്റ്റ് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേസ് ഇല്ലാതെയാണ് ഞാൻ ഈ ഡിവൈസ് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കേസ് ഇടാതെ ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ 17 Proയിൽ എനിക്കത് എടുക്കാനുള്ള റിസ്ക് ഇല്ല. പിന്നെ ഈ ഡിവൈസ് എന്തായിരുന്നാലും എൻ്റെ മെയിനായിട്ടിരിക്കുന്നത്, ഇത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പ്ലാനും എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് കേസൊക്കെ ഇടാതെ യൂസ് ചെയ്തത്. എക്സ്ചേഞ്ച് വാല്യൂ നോക്കണ്ട, കാരണം ഞാൻ ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ റോഡിൽ വീണതാണ്. നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു അലൂമിനിയം ആർമോർഡ് അലൂമിനിയമാണ്. പക്ഷേ എന്നിരുന്നാലും റോഡിലൊക്കെ വീണപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കട്ടായി പോയിട്ടുണ്ട്. ദേ കാണാം, ഇവിടെയും കട്ടായി പോയി. പക്ഷേ സ്ക്രീനിന് ഡിസ്പ്ലേക്കൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ ഒരു ഇതായിട്ടുണ്ട്, ഇവിടെയൊക്കെ ഇതാക്കാം. അത് റോഡിൽ വീണത്, കോൺക്രീറ്റിലും റോഡിലുമായിട്ട് വീണേണ്ടടുത്താണ് വീണിട്ടുള്ളത്. അവിടുത്തെ വീണതിൻ്റെ വീഴ്ചയിലുള്ള ഒരു പ്രശ്നമാണ്.
പക്ഷെ അല്ലാണ്ട് ചെറുതായിട്ട് ടേബിളിലൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടൊന്നും വലുതായിട്ടൊന്നും പറ്റത്തില്ല. പിന്നെ ഈ ബാക്കും കൂടെ ചെറുതായിട്ടൊരു ക്രാക്ക് വീണു. ക്യാമറ ലെൻസിലും ചെറിയത്. ഇതാണ് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ലാസ്റ്റ് ചെയ്തത്. എൻ്റെ കേസ് ഇല്ലാതെയൊക്കെ റഫായിട്ട് യൂസ് ചെയ്യും. കേസൊക്കെ യൂസ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പോറൽ പോലും ഇല്ലാതിരിക്കും. പുതിയ ഐഫോൺ 17 പ്രോയിൻ്റെ ഇഷ്യൂസ് നിങ്ങൾക്കറിയാമല്ലോ. അത് കേസ് ഇല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സീനാണ്. പിന്നെ അടുത്തത് ക്യാമറയുടെ കാര്യം. ഓക്കെ, ക്യാമറയുടെ കാര്യം മെയിനായിട്ട് പറഞ്ഞാൽ ഇപ്പം നല്ല രീതിയിൽ റീസെൻറ്റ് 1UI8 അപ്ഡേറ്റിന് ശേഷം നല്ല രീതിയിൽ ക്യാമറ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ അത് കാണിച്ചു തരുന്നൊരു ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 50 മെഗാ പിക്സൽ ഔട്ട്പുട്ടാണ്. മുമ്പൊക്കെ 50 മെഗാ പിക്സലിൽ എടുക്കുമ്പോഴത്തേക്ക്, അതായത് ഫസ്റ്റ് ഫോൺ ഇറങ്ങിയ സമയത്ത് ജനുവരി 2024 ഒരു ഫെബ്രുവരി ആ ഒരു ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങളിലൊക്കെ 50 മെഗാ പിക്സൽ, അതായത് ഒരു കാലഘട്ടമൊന്നുമല്ല, ഒരു വർഷം വരെയും, കഴിഞ്ഞ ഒരു വർഷം വരെയും ഏകദേശം ഈ 50 മെഗാ പിക്സലിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഫോട്ടോസ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു നല്ല ക്വാളിറ്റി കിട്ടത്തില്ലായിരുന്നു. ഓക്കെ, അതായത് കളറിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഇത് നോക്കിക്കോ, ഇതിപ്പോൾ കറക്റ്റ് കളറാണ്. നിങ്ങൾക്ക് ആ റെഡും ആ ഒരു ഗ്രീനിൻ്റെയും ആ ഒരു HDR ഓവർ പ്രോസസ്ഡ് ആയിട്ട് ഫീൽ ആവുന്നില്ല. കറക്റ്റ് ഒരു സാധനമായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ 50 എടുത്തു കഴിഞ്ഞാൽ സമയം കൂടുതലെടുക്കും. പലപ്പോഴും ഇപ്പോൾ ഇതിൽ തന്നെ ഈ റെഡ് കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആണ്, മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ കുറച്ചൊരു ഡാർക്കും ബ്രൈറ്റും ആയിട്ടുള്ള കളേഴ്സിലോട്ട് വരുമ്പോഴത്തേക്ക് 50 മെഗാ പിക്സലിൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു എക്സ്പോഷറും കാര്യങ്ങളും ഒന്നും കറക്റ്റ് ആവാറില്ലായിരുന്നു. ചില സമയത്ത് കിട്ടും, ചില സമയത്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ഭൂരിഭാഗവും 12 മെഗാ പിക്സലിൽ തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല 50 മെഗാ പിക്സൽ എടുക്കുമ്പോൾ HDR പ്രോപ്പറായിട്ട് കിട്ടാറുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ പറയുമ്പം ഇപ്പോൾ 12ഉം 50യും തമ്മിലുള്ളൊരു ഡിഫറൻസ് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ 12 ആണ്. ഇതിനകത്ത് ഇവിടെ ബാക്കിലുള്ള ഹൈലൈറ്റ്സ്, ഇത് ഈ ഇമേജിൽ അധികം അറിയാൻ പറ്റില്ല. ആ ഹൈലൈറ്റ്സും ഇതിലെ ഹൈലൈറ്റ്സും നോക്കുകയാണെങ്കിൽ ഇത് 50 ആണ്. ചില സമയത്ത് ചിലയിടത്ത് ഓവർ ബ്രൈറ്റ് ആയി പോകും. ഓക്കെ, ചിലയിടത്ത് അപ്പോൾ ഈ എക്സ്പോഷറിൻ്റെ ഒരു സാധനം വരുമ്പോഴത്തേക്ക് കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. അതാണ് എനിക്ക് ആക്ച്വലി ഈ പണ്ട് എടുത്തപ്പോഴുള്ള ഒരു പ്രശ്നം. ഇപ്പോഴത്താണെന്നുണ്ടെങ്കിൽ 50 മെഗാ പിക്സൽ ഔട്ട്പുട്ടും അല്ല ഒറ്റയടിക്ക് കാണാൻ പറ്റുന്നുണ്ട്. 12 മെഗാ പിക്സൽ ഔട്ട്പുട്ടും 12നേക്കാളും ഇമ്പ്രൂവ്മെൻറ്റ് 50ക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ HDR പെർഫോമൻസ്, ആ കളറ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 12 മെഗാ പിക്സൽ ഔട്ട്പുട്ടാണ്. ഇതിലെ കളർ കാണുന്നതിനേക്കാളും ആ ഒരു HDRും കളർ പ്രോസസ്സിങ്ങും കുറച്ചുകൂടെ 50 മെഗാ പിക്സലിൽ കിട്ടുന്നുണ്ട്. അതായത് റിസൾട്ടും നമുക്ക് നല്ല നൈസായിട്ടുള്ളൊരു സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ 50 മെഗാ പിക്സൽ ഔട്ട്പുട്ടാണ്. അധികം മിസ്സാവാതെ നല്ല ഹൈ ഡീറ്റെയിലോടുകൂടി നമുക്ക് ആ ഷോട്ടുകൾ കിട്ടുന്നുണ്ട്. മുമ്പായിരുന്നെങ്കിൽ അതല്ല. പിന്നെ എക്സിനോസിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. ചില സമയത്തൊക്കെ നമുക്ക് ഈ ഒരു എഡ്ജസ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴേ ഈ HDR ആണെങ്കിൽ ഇത് പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ ഒരു ഹാലോ എഫക്റ്റ് പോലത്തെ ഒരു സാധനം കിടക്കണം. ഇത് സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് ആണെങ്കിൽ കാണത്തില്ല. എഡ്ജസ് ഒക്കെ പക്ക കറക്റ്റ് ആയിരിക്കും. അത് എനിക്ക് തോന്നുന്നത് HDR സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രോസസ്സറിൻ്റെ ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ എഫിഷ്യൻസിയുടെ ഒരു ഇഷ്യൂ കാരണമാണ്. അപ്പോൾ എക്സിനോസ് വേരിയൻറ്റിനേക്കാളും നല്ല ഡീറ്റെയിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ വേർഷനിൽ കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ S24 ഇനി എടുക്കാനാണെങ്കിൽ പോലും സ്നാപ്ഡ്രാഗൺ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ല നിങ്ങൾക്ക്. കാരണം അത്യാവശ്യം നല്ല ഡിവൈസാണ്. പിന്നെ ഇനി ഗ്രീൻ ലൈൻ വരുന്നതിൻ്റെ സാധനം, അത് ആക്ച്വലി AMO LED ഡിസ്പ്ലേ വരുന്ന എല്ലാ ഫോണുകളിലും വരാൻ സാധ്യതയുള്ളതാണ്. ഐഫോണിൻ്റെ തന്നെ 13ലും 14ലും ഒക്കെ വന്നിട്ടുണ്ട് കുറേ ഇഷ്യൂസ്. പക്ഷേ അത് അവർ സോൾവ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു നയം എടുക്കുന്നത് എങ്ങനെയാണെന്നിരിക്കും കമ്പനികൾ. ഇപ്പം നിങ്ങൾ സാംസങ് എടുത്തിരുന്നാലും വേറെ ഏതെങ്കിലും ഡിവൈസ് എടുത്തിരുന്നാലും ഈ ഒരു സംഭവം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സാംസങ്ങിന് അപ്ഡേറ്റ് അവർ കൃത്യമായിട്ട് തരുന്നുണ്ട്. ഈ അപ്ഡേറ്റുകളുടെ സ്പീഡ് കാരണമാണ് എനിക്ക് തോന്നുന്നത് ടെസ്റ്റിങ്ങും കാര്യങ്ങളും അവർ അധികം ചെയ്യാതെ ഇറക്കിയത് കൊണ്ടായിരിക്കണം ഗ്രീൻ ലൈനുകൾ വരുന്നത്. അതും മാനുഫാക്ചറിങ് സമയത്ത് ഡിസ്പ്ലേയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഒരു ക്വാളിറ്റി ഇഷ്യൂ കാരണമായിരിക്കും ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ അത് വരുന്നത്. അപ്പം അത് കറൻ്റ്ലി നിങ്ങൾ എന്തെങ്കിലും ഒരു കേസും വഴക്കുമൊക്കെ ആയിട്ട് പോകാൻ തയ്യാറാണെങ്കിൽ മാത്രം സാംസങ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ ഗതിയിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്, അതാണ് പ്രശ്നം. പക്ഷേ എന്നിരുന്നാലും ഒരു ഡിവൈസ് എടുത്ത് നിങ്ങൾക്ക് അതൊരു ഇഷ്യൂ അല്ല, വാറൻറ്റിക്കകത്ത് തന്നെ നിങ്ങൾക്ക് മാറി കിട്ടും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ആണെങ്കിൽ എടുക്കാനൊരു ബെസ്റ്റ് ഡിവൈസാണ്. അല്ലെങ്കിൽ S23 സീരീസ് ഒന്നും എടുക്കേണ്ടതെന്ന് ഞാൻ പറയും. കാരണം അതിലാണ് ഇപ്പോൾ നിലവിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. S24ന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ ഗ്രീൻ ലൈൻ ഇഷ്യൂസോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും ആർക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി ഒരു 2 ദിവസം കഴിഞ്ഞ് ഇനി അടുത്ത അപ്ഡേറ്റുകൾ വരുമ്പോഴത്തേക്ക് വരില്ല എന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാനും പറ്റില്ല. ഓക്കെ, അപ്പം അങ്ങനെ വരേയില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതുവരെ ഉള്ളതിൽ ആർക്കും വന്നിട്ടില്ല. പലപ്പോഴും ഈ വാറൻറ്റി പീരീഡ് തീരുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്യൂസ് വരുന്നത്, ഗ്രീൻ ലൈനും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഇനി ഒരു 3 മാസം കൂടെ കഴിഞ്ഞിട്ട് ഇനി അപ്ഡേറ്റുകൾ വരുമ്പോൾ എന്താവും എന്നുള്ളത് അറിഞ്ഞൂടാ. അതുകൊണ്ട് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ എന്തായിരുന്നാലും എൻ്റെ ഒരു യൂസെന്ന് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുവരെയായിട്ടും എനിക്കൊരു ഇഷ്യൂസ് ഇല്ല. ഇത് ഞാൻ ഇനിയും കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. എൻ്റെ പ്രൈമറി ഡിവൈസായിട്ട് തന്നെ യൂസ് ചെയ്യും. ഐഫോണിലാണെങ്കിൽ എനിക്ക് ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ സാംസങ്ങിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് സാംസങ് എന്നെ എപ്പോഴും എൻ്റെ മെയിൻ ഡിവൈസായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഐഫോൺ ഞാൻ മെയിനായിട്ട് ക്യാമറയ്ക്കും പിന്നെ ആപ്പിളിൽ മാത്രമുള്ള പ്രീമിയർ, ഫോട്ടോഷോപ്പിൻ്റെ കുറേ ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഗിഗാ പിക്സൽ AI, ഇങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരെണ്ണം ഐഫോണും കൂടെ കീപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്ലയൻസിന് ചില സമയത്ത് ഷെയർ ചെയ്യാൻ നേരത്ത് ആപ്പിളിൻ്റെ ഒരു ഡിവൈസും കൂടെ വേണമെന്നുള്ളതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് അതും കൂടെ കൊണ്ടു നടക്കുന്ന കേസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലോങ് ടേം യൂസർ എക്സ്പീരിയൻസ്. ഞാൻ എന്തായിരുന്നാലും ഈ ഡിവൈസിൽ സാറ്റിസ്ഫൈഡ് ആണ്. എക്സിനോസ് ആയിരുന്നാൽ പോലും എൻ്റെ യൂസിന് ഇത് നിൽക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.